നമസ്കാരം. മൂന്നാം ഘട്ടം ആണവ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കൃത്യമായ വിവരങ്ങളല്ല, ചില ചെറിയ ചെറിയ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇറാനും അമേരിക്കയും എന്താണ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള പുരോഗതി എന്ന് വ്യക്തമാക്കിയിട്ടില്ല. പുരോഗതി ഉണ്ട് എന്ന് പറയുന്നുണ്ട്, അത് അമേരിക്കയും പറയുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്ന് കിട്ടിയ ഒരു സൂചന എന്ന് പറയുന്നത്, അമേരിക്ക ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കരാറിൽ ഏർപ്പെടാൻ ബുദ്ധിമുട്ടില്ല എന്ന ഒരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ആണവായുധവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, ആണവായുധത്തിന്റെ പുറകെ പോകാൻ താല്പര്യമില്ല, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. അതേസമയം ഞങ്ങൾക്ക് ആണവോർജം ആവശ്യമുണ്ട്, അതിലപ്പുറം ആണവായുധം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന ഒരു നിലപാടിൽ ഇറാൻ നിൽക്കുമ്പോൾ അമേരിക്കയുടെ ആവശ്യം ആണവായുധം ഉണ്ടാക്കരുത് എന്നുള്ളതാണെങ്കിൽ ഒരു കരാറിലെത്താൻ പ്രയാസമില്ല എന്നുള്ളതാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം. അമേരിക്ക പുരോഗതിയുണ്ട് എന്ന് പറയുന്നതിലപ്പുറം ആ പുരോഗതി എന്താണ് എന്ന് പറയാൻ തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് ചില സൂചനകളും ഒക്കെ പുറത്തു വരുമ്പോൾ മറ്റൊരു ഭാഗത്ത് അമേരിക്ക കൂടുതൽ ഒരുക്കങ്ങൾ നടത്തുന്നതിന്റെ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കൂടുതൽ യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ പടക്കപ്പലുകളും ഒക്കെ ഇറാനെ ലക്ഷ്യം വെച്ച് അത് നീങ്ങുന്ന കാഴ്ചകളും വാർത്തകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, സൗദി അറേബ്യയിലെ അമേരിക്കയുടെ എയർബേസിൽ അമേരിക്ക കൂടുതൽ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നു. ഖത്തറിലെ എയർബേസിനോട് ചേർന്ന് ഇവിടെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ വിന്യസിച്ചിരിക്കുന്നു. അത്തരത്തിൽ കൂടുതൽ ഇവിടെ ഇറാന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും ഇറാനെ കൂടുതൽ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ ചൈനയാകട്ടെ, ഇറാനെ ആക്രമിച്ചാൽ തീർച്ചയായും അത് എല്ലാ രീതിയിലും ഇറാനുമായി ഞങ്ങൾ സഹകരിച്ച് അമേരിക്കക്കെതിരെ രംഗത്തുണ്ടാകും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, അമേരിക്കയുടെ ഇറാനെതിരായിട്ടുള്ള നീക്കങ്ങളെ മുഴുവൻ ഇവിടെ ചൈന ഒപ്പിയെടുക്കുന്നു. ആ വിവരങ്ങളൊക്കെ അതത് സമയങ്ങളിൽ തന്നെ ഇറാനെ അറിയിക്കുന്നു. അതായത് ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, നിങ്ങൾ എങ്ങനെയൊക്കെ നീങ്ങിയാലും ഏതൊക്കെ നീക്കങ്ങൾ നടത്തിയാലും അതൊക്കെ മനസ്സിലാക്കാനും വേണ്ടപ്പെട്ടവരെ അറിയിക്കാനും ഞങ്ങൾക്ക് കഴിയും എന്ന് ഇവിടെ ചൈന വ്യക്തമാക്കുന്നു. ഇറാൻ കരുക്കൾ നീക്കുമ്പോൾ ചൈന ആവശ്യമായ പിന്തുണ കൊടുക്കുന്നു. അക്കാര്യത്തിലൊന്നും ഇരുവിഭാഗവും കുറവ് വരുത്തിയിട്ടില്ല. എന്നാൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് പുരോഗതി ഉണ്ട് എന്ന് പറയുന്നു. തൽക്കാലം യുദ്ധം സംഭവിച്ചേക്കില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം ഇവിടെ ഇനിയും ചർച്ച നടക്കാനിരിക്കുകയാണ്. മൂന്നാം ഘട്ടം ചർച്ച, അതിൽ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ, വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ഇറാനെ ആക്രമിക്കും എന്ന ഒരു നിലപാടാണ് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇവിടെ വീണ്ടും വിയന്നയിൽ ചർച്ച നടക്കാൻ പോവുകയാണ്. വീണ്ടും ചർച്ച നടത്താൻ ഒരു തീരുമാനമെടുത്തിട്ടാണ് ഈ മൂന്നാം ഘട്ടം ചർച്ച അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനിയും സംസാരിക്കാം, ഒരു കരാറിൽ എത്തും തന്നെയാണ് ഇരു വിഭാഗവും ഇപ്പോഴും ഒരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ തൽക്കാലം അമേരിക്കക്ക് ഇറാനെ ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. തിരിച്ച് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തിരിച്ചടിയെ കുറിച്ച് അമേരിക്കയും പേടിക്കേണ്ടതില്ല. ഇവിടെ അമേരിക്ക ഇറാനെ പേടിച്ചത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു യുദ്ധം അമേരിക്ക നീട്ടിക്കൊണ്ടുപോയത്. ഇറങ്ങി ഇനി തൽക്കാലം തടി കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്ന രീതിയിലാണ് ചർച്ചകളൊക്കെ ഉണ്ടായത്. എന്തായാലും തൽക്കാലം അമേരിക്കക്ക് തടി കിട്ടിയെങ്കിലും അമേരിക്കയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ചങ്ങാതി ഇസ്രായേലിന്റെ അവസ്ഥ കയ്യാലപ്പുറത്തെ തേങ്ങയുടെ അവസ്ഥ തന്നെയാണ്. അതായത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി നമുക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. എങ്ങോട്ട് വേണമെങ്കിലും ഇസ്രായേൽ വിടാം. കാരണം ഇസ്രായേലിന്റെ ഒരാവശ്യവും ഇറാൻ അംഗീകരിച്ചിട്ടില്ല. അമേരിക്കയുമായി ചർച്ചയാകാം, അമേരിക്കയുമായി കരാറിലെത്താം, അമേരിക്കയുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ആ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാൽ അത് പരിഗണിക്കാം, ഇതിലൊന്നും പ്രശ്നമില്ല, ഞങ്ങൾ പറയുന്നതും കേൾക്കണം എന്നുള്ളതാണ് ഇറാന്റെ ഒരു ആവശ്യം. എന്തായാലും ഇവിടെ പരസ്പരം അതൊക്കെ പറയുന്നത് കേൾക്കാനും കേട്ടതനുസരിച്ച് പ്രവർത്തിക്കാനും ഇരുവിഭാഗവും തയ്യാറായ ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇസ്രായേലുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു ആവശ്യവും ഇറാൻ അംഗീകരിക്കുന്ന ഒരു ലക്ഷണം കാണുന്നില്ല, അതിന്റെ ഒരു സൂചനയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കയ്യാലപ്പുറത്ത് തേങ്ങയുടെ അവസ്ഥയിൽ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും ഉള്ളത്. ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി മുന്നോട്ട് പോകും. ഇസ്രായേലിനെ അങ്ങനെ വെറുതെ വിടാൻ ഇറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന വാർത്തകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ്. ഇസ്രായേലും ഒന്ന് പുറകോട്ട് പോയിട്ടുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇറാനുമായും ഇസ്രായേലുമായും നല്ല ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലും നിന്നുകൊണ്ട് ഇസ്രായേലിനോട് ഇറാനെ മെക്കിട്ട് കയറുന്ന പരിപാടി അവസാനിപ്പിക്കണം എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നതിനെ കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. അതിന്റെ ഭാഗമായി ഇസ്രായേൽ ഒന്ന് പുറകോട്ട് പോയിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മിഡിൽ ഈസ്റ്റിലെ ആ സംഘർഷം തൽക്കാലത്തേക്ക് ഈ സംഘർഷങ്ങളിലൊക്കെ ഒരു അയവ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും കൃത്യമായ വിവരങ്ങളല്ല,
കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരും കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി.